റഹീം മോചിതനായി നാട്ടിലെത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അയാളെ വേട്ടയാടുന്നത് പലരും അവസാനിപ്പിച്ചിട്ടില്ല. റഹീമിന്റെ മോചനത്തിനായി മലയാളികൾ കോടികൾ പിരിച്ചപ്പോ അതിലും മതം ചികഞ്ഞ് അപവാദങ്ങൾ പരത്തുന്നവരോട് ചില സംഭവങ്ങൾ ഓർമ്മപ്പെടുത്താം. കുവൈറ്റിൽ അബ്ദുൽ വാജിദ് എന്ന മലപ്പുറംകാരനെ കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായിരുന്നു തമിഴ്നാട്ടുകാരൻ അർജുനൻ അത്തിമൂത്ത്. അന്ന് ആ ഹിന്ദു സഹോദരന് ലക്ഷങ്ങൾ ദയാദനം നൽകി ജീവൻ രക്ഷിച്ചത് പാണക്കാട് തങ്ങളായിരുന്നു. മറ്റൊന്ന്, യുഎഇയിൽ കാറടിച്ച് സുഡാനി ബാലൻ മരിച്ച കേസിൽ വധശിക്ഷ കിട്ടിയ തൃശൂറുകാരൻ ബെക്സ് കൃഷ്ണൻ. അന്ന് കോടികൾ നൽകി ആ ദൗത്യം വ്യക്തിപരമായി ഏറ്റെടുത്ത് ബെക്സിനെ നാട്ടിലെത്തിച്ചത് എം.എ. യൂസുഫ് അലിയാണ്. ഇതേപോലെ യമൻ ജയിലിലുള്ള നിമിഷപ്രിയയുടെ മോചനത്തിനായി അവിടുത്തെ ഗോത്ര തലവന്മാരുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് കാന്തപുരം ഉസ്താദായിരുന്നു. ഇവിടെ കൊല്ലപ്പെട്ട 3 പേരും മുസ്ലിമായിട്ടും ഒരു മുസ്ലിമും എന്തിനാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് ചോദിച്ചിട്ടില്ല. മാത്രമല്ല, ഈ 3 പേരെയും രക്ഷപ്പെടുത്തിയത് മുസ്ലിം സമൂഹത്തിലെ നേതാക്കന്മാരുമാണ്. അതുകൊണ്ട് മലയാളികളുടെ ഒത്തൊരുമയിൽ ദയവ് ചെയ്ത് മതത്തിന്റെ വിഷം കലർത്തരുത് എന്ന് അപേക്ഷിക്കുകയാണ്.